കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് അപാര ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മെയ് മാസം 12-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:52 മുതൽ 13-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:29 വരെയാണ്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2026 മെയ് മാസം 13-ാം തീയതി നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. കൃഷ്ണപക്ഷ ഏകാദശി. ഈ ഏകാദശിക്ക് പറയുന്ന പേര് അപാര ഏകാദശി. ഉത്തരേന്ത്യയിലൊക്കെ അപര ഏകാദശി എന്നാണ് പറയുന്നത്. മലയാളത്തിലേക്ക് വരുമ്പോൾ അത് അപാര എന്ന നിലയിലേക്ക് മാറും. ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകാദശി നിർബന്ധമായും എടുത്തിരിക്കണം. കാരണം ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. മോക്ഷം പ്രദാനം ചെയ്യുന്ന ഈശ്വരനാണ് മഹാവിഷ്ണു. അതുകൊണ്ട് തന്നെ ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം അത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഹിന്ദു. ഈ ജന്മങ്ങളിലോ മുൻജന്മങ്ങളിലോ നമ്മൾ ചെയ്ത എല്ലാ വിധത്തിലുള്ള പാപങ്ങളും നശിക്കുകയും വീണ്ടും ഇനിയൊരു ജനനം അത് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, മോക്ഷമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിനെ ഭജിക്കേണ്ടതാണ്. മഹാവിഷ്ണു ഭജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അത് ഏകാദശി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മാസത്തിൽ 2 ഏകാദശികൾ വരുന്നുണ്ടല്ലോ, അതിൽ ഏത് ഏകാദശിയാണ് എടുക്കേണ്ടത്? ഏതാണ് ഏറ്റവും നല്ലത്? രണ്ടും എടുക്കണോ? ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മതം, അതായത് ഹിന്ദുമതം, ഈ ഹിന്ദുമതത്തിൽ ആരും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ഈശ്വരനെ വിശ്വസിക്കണം എന്ന് പോലും ഇവിടെ ആരും പറയുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടമാണ് അവൻ എന്തു ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ പറയുക, അതുമാത്രമാണ് നമ്മുടെ ആചാര്യന്മാർക്ക് ഉള്ള ഉത്തരവാദിത്വം. അവരത് പറയും, നമുക്ക് വേണമെങ്കിൽ അനുസരിക്കാം. എത്ര നേരം ഭഗവാനെ പ്രാർത്ഥിക്കണം, എത്ര ഏകാദശി എടുക്കണം, എങ്ങനെ എടുക്കണം, എന്തു ചെയ്യണം, ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ താല്പര്യമാണ്. എല്ലാ മാസവും വരുന്ന 2 ഏകാദശികളും എടുത്ത് ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കങ്ങനെ ചെയ്യാം. അതല്ല, എനിക്ക് ഒന്നെടുത്താൽ മതി, ഒരു ദിവസം മാത്രം ഭഗവാന്റെ കൂടെ ചേർന്നിരുന്നാൽ മതി ഏകാദശി എടുത്ത്, ശരി, അത് മതി, ഇനി എനിക്കിതിനൊന്നും താല്പര്യമില്ല, വേണ്ട. ആരും ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ മനസ്സിന് എങ്ങനെ തോന്നുന്നുവോ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ, അതായത് എന്തു ചെയ്താലും പൂർണ്ണ മനസ്സോടുകൂടി ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഓർക്കുക. അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടോ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള അത്യാർത്തി കൊണ്ടോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ചിന്തിക്കുക. ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഏകാദശി ഏതു ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ആദ്യം അറിയണം. മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉദ്ദേശം മോക്ഷമാണ്. പാപങ്ങൾ നശിക്കുകയും അവസാനം മോക്ഷം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ പാപങ്ങൾ നശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്ഷേമമുള്ളതാകും, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതാണ് പ്രധാനമായി നമ്മൾ അറിയാനായിട്ടുള്ളത്. രണ്ടാമതായി അറിയേണ്ടത് എങ്ങനെയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ്.
വൈഷ്ണവ വിശ്വാസപ്രകാരം ഏകാദശി ദിവസം ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല. അരി, ഗോതമ്പ്, റാഗി, തിന, ഓട്സ് ഇങ്ങനെ തുടങ്ങിയ ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല. പയറ്, കടല ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എന്തൊക്കെ ഉപയോഗിക്കാം? നമുക്ക് പൂർണ്ണമായ ഉപവാസത്തിലിരുന്ന് ഏകാദശി അനുഷ്ഠിക്കാം. പാലും പഴങ്ങളും കഴിച്ചിരുന്ന് ഏകാദശി അനുഷ്ഠിക്കാം. ജലം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി അനുഷ്ഠിക്കാം. പാല് മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി അനുഷ്ഠിക്കാം. പഴങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി അനുഷ്ഠിക്കാം. ഒരു നേരം ഏകാദശി അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാം. അല്ല 3 നേരവും കഴിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഇഷ്ടം. ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പാലുൽപ്പന്നങ്ങൾ, അതായത് തൈര്, മോര്, വെണ്ണ, നെയ്യ്, പനീർ ഇതൊക്കെ ഉപയോഗിക്കാം. പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം. ചൊവ്വരി, സാബുദന അത് ഉപയോഗിക്കാം. നിലക്കടല അതായത് കപ്പലണ്ടി അത് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് ഒരു പുഴുക്കുണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാം. അത് 3 നേരം കഴിക്കാം. അല്ല ഒരു നേരം വേണമെങ്കിൽ കഴിക്കാം. ഒരു നേരം പുഴുക്ക്, ബാക്കി 2 നേരവും പാലോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അങ്ങനെ ഇരിക്കാം. നമ്മുടെ ഇഷ്ടം. നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ, നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചെയ്യുക. ചായ ഉപയോഗിക്കാമോ എന്ന ചോദ്യം വരും. ചായ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എന്നുള്ള ആളുകൾ രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ അങ്ങനെ ക്രമപ്പെടുത്തുക. കാരണം തലവേദന എടുത്തു പോയാൽ നിങ്ങൾക്ക് ഏകാദശി എടുക്കാൻ പറ്റില്ല. ചായയുടെ അളവ് കുറയ്ക്കുക. പീരീഡ്സ് ആയിരിക്കുമ്പോൾ പുലയും ബാലായ്മയും ഉള്ളപ്പോൾ ഏകാദശി എടുക്കാമോ? ഏകാദശി എടുക്കാം. നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധമായി നിങ്ങളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഏകാദശി പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ നിഷ്ഠയിലിരിക്കാം. പക്ഷേ വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിക്കുകയില്ല. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഏത് സമയത്തും എപ്പോഴും നമുക്ക് ജപിക്കാം. നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കാം. അതിലൊരു തെറ്റുമില്ല. പിന്നെ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പാരണ വീടുക അതിൻ്റെ സമയമാണ്. പീരീഡ്സ് ആയിരിക്കുന്നവർ, പുലയും ബാലായ്മയുമുള്ള ആളുകൾ പിറ്റേ ദിവസം കുളിച്ച് ശുദ്ധമായി നിങ്ങളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് പാരണാ സമയത്ത് ആ സമയത്ത് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാദശി അവസാനിപ്പിക്കാം. അതല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണോ ഏകാദശി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അതായത് കഥ പറഞ്ഞ് നാമം ജപിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് ഏകാദശി അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് ഏകാദശി അവസാനിപ്പിക്കാം. ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏകാദശിയുടെ കഥയാണ്. ഓരോ ഏകാദശിക്കും ഓരോ കഥയുണ്ട്. ആ കഥ ഏകാദശി ദിവസം കേൾക്കുകയോ പറയുകയോ അതുപോലെ തന്നെ പാരണാ സമയത്ത് ഈ കഥ പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓരോ ഏകാദശിയുടെയും കഥ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അറിയാനുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഏകാദശി തിഥിക്കനുസരിച്ചിട്ട് പാരണാ സമയത്തിന് വ്യത്യാസമുണ്ട്. ആ സമയം നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഏകാദശിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയവും നമ്മൾ അറിയണം. കാരണം ഹരിവാസര സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാരായണ നാമം ജപിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഏകാദശിയുടെ കഥ ഒന്ന് നോക്കാം. ഈ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മഹത്യാ പാപം, ഗോഹത്യാ പാപം ഇതൊക്കെ വലിയ ദോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദോഷങ്ങൾ പോലും ഈ ഏകാദശി അനുഷ്ഠിച്ച് നമ്മൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ പോലും മാറും എന്നാണ് വിശ്വാസം. പണ്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ്
ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യവും ഭാര്യയെയും പുത്രനെയും ഒക്കെ തിരിച്ചു കിട്ടിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഏകാദശിക്ക് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് ഭദ്രകാളി ഏകാദശി എന്നൊരു പേരും കൂടി ഉണ്ട്. അതുപോലെ ഈ ഏകാദശിയെ അനുഷ്ഠിച്ചാൽ സൽകീർത്തി ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ഏകാദശികളിൽ ഒരു ഏകാദശി തന്നെയാണ് ഈ ഏകാദശി, അപര ഏകാദശി. ഏകാദശിയുടെ കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, ഏകാദശിയുടെ ഗുണങ്ങൾ. എന്നിട്ട് അദ്ദേഹം കഥ പറയുന്നുണ്ട്. അതായത് പണ്ട് മഹിദ്വാജ് എന്നു പേരുള്ള വളരെ ദയാലുവായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു. വലിയ ക്രൂരനായിരുന്നു അയാളുടെ പേര് ബ്രിജ് ധ്വാജ് എന്നായിരുന്നു. ബ്രിജ് ധ്വാജ്. ഈ ദുഷ്ടനായ ഈ സഹോദരൻ തൻ്റെ മൂത്ത സഹോദരനായ മഹിദ്വാജ് എന്ന രാജാവിനെ ഒരു ദിവസം നിഷ്കരുണമായി കൊന്നുകളഞ്ഞു. എന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു. വേണ്ട വിധത്തിലുള്ള മരണാനന്തര ക്രിയകളൊന്നും ചെയ്തില്ല. തന്നെയുമല്ല, ദുർമരണമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹിദ്വാജ് എന്ന രാജാവ് അദ്ദേഹം പിന്നീടൊരു പ്രേതമായി മാറുകയാണ്. അങ്ങനെ പ്രേതമായി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ധൗമ്യമുനി എന്ന് പറഞ്ഞ ഒരു മുനിശ്രേഷ്ഠൻ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ആൽമരത്തിലിരിക്കുന്ന ഈ മഹിദ്വാജിൻ്റെ പ്രേതത്തെ കാണുകയും ചെയ്യുന്നു. നീ മുൻജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നിനക്ക് നിന്റെ സഹോദരനാൽ ഇപ്രകാരം മരണപ്പെടേണ്ടി വന്നത് എന്നുള്ള കാര്യം ധൗമ്യമുനി ഈ പ്രേതമായ മഹിദ്വാജിനോട് പറയുന്നു. അപ്പോൾ ഈ പ്രേതം തൊഴുകൈയോടുകൂടി എന്നെ രക്ഷിക്കണം എന്ന് ധൗമ്യമുനിയോട് അപേക്ഷിക്കുന്നു. ധൗമ്യമുനി അപര ഏകാദശി, അതായത് ഹിന്ദിയിലാണ് അപര എന്ന് പറയുന്നത്, മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തു വരുമ്പോൾ അപാര എന്നാണ് പറയുന്നത്. അതായത് അപാരമായ ശക്തിയുള്ള ഏകാദശി. ഈ അപാര ഏകാദശി അനുഷ്ഠിക്കുവാൻ പറയുന്നു. ഉത്തരേന്ത്യൻ കലണ്ടർ അനുസരിച്ചിട്ട് ജ്യേഷ്ഠമാസം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ദക്ഷിണേന്ത്യൻ കലണ്ടർ അനുസരിച്ചിട്ട് ഇപ്പോഴും വൈശാഖ മാസമാണ്. ഈ ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ അപാര ഏകാദശി അനുഷ്ഠിക്കുവാനായിട്ട് പറയുന്നു. എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് ഈ പ്രേതം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും അദ്ദേഹത്തിന് ഈ പ്രേതാവസ്ഥ എന്ന അവസ്ഥ മാറുകയും അദ്ദേഹത്തിന് സായുജ്യം, മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും നശിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ കഥ പത്മപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അർജുനന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ കഥ പറയുക, ഏകാദശി ദിവസം ഈ കഥ പറഞ്ഞ് പ്രാർത്ഥിക്കുക, പാരണ വീടുന്ന സമയത്ത് ഈ കഥ പറയുക. എന്നിട്ട് എൻ്റെ പാപങ്ങൾ, ഞാൻ അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ ഈ ജന്മങ്ങളിലും മുൻജന്മങ്ങളിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ചെയ്ത പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആ പ്രാർത്ഥന കൊണ്ടുവന്ന് നൽകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും പാരണ സമയമൊന്ന് നോക്കാം. എങ്ങനെയാണ് പാരണ വീടേണ്ടത് എന്നുള്ളത് വീണ്ടും എല്ലാവർക്കുമുള്ള സംശയമാണ്, ചിലർക്കുള്ള സംശയമാണ്. ഒന്നുകിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഈ സമയത്ത് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ ആ ഒരു ഏകാദശി അവസാനിപ്പിക്കാം, കഥയൊക്കെ പറഞ്ഞ്. അല്ല, വീട്ടിലാണെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യമൊക്കെ സമർപ്പിച്ച്, പാല് സമർപ്പിക്കാം, പഴങ്ങൾ സമർപ്പിക്കാം, ചൗവരി കൊണ്ടുള്ള പായസം ഉണ്ടാക്കി സമർപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൈവേദ്യം സമർപ്പിച്ച്
നിങ്ങൾക്ക് നാമം ജപിച്ച് കഥ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചതിന് ശേഷം തീർത്ഥം സേവിച്ച് പ്രസാദം സ്വീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏകാദശി അവസാനിപ്പിക്കാം, ഭഗവാന് സമർപ്പിക്കാം. നമ്മൾ ഏകാദശി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകാദശി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഏകാദശി ദിവസം നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, എന്ത് കഴിച്ചാലും അത് പ്രസാദമാണ്. അതുകൊണ്ട് നിങ്ങളൊരു പഴമാണ് കഴിക്കുന്നതെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായിട്ട് വേണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അക്കാര്യം കൂടി ഒന്ന് ഓർക്കുക. നിങ്ങൾ തുളസി ഇലകൾ സമർപ്പിക്കണം ഭഗവാന്. തുളസി ഇലകൾ ഏകാദശി ദിവസമോ മഹാദ്വാദശി ദിവസമോ യാതൊരു കാരണവശാലും തുളസി ഇലകൾ നുള്ളാൻ പാടില്ല. കാരണം ഏകാദശി തുളസി ദേവിയും അനുഷ്ഠിക്കുന്നുണ്ട്. ദശമി ദിവസം തന്നെ ഏകാദശി നുള്ളിയെടുത്ത് നമ്മൾ വൃത്തിയുള്ള ഒരു പ്രദേശത്ത് അല്പം ജലമൊക്കെ തളിച്ച് സൂക്ഷിച്ചു വെക്കണം. എന്തുതന്നെയായാലും ഏകാദശി ദിവസം തുളസി ദേവി ഏകാദശി വ്രതത്തിലാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തുളസി ദേവിയെ കൂടി പങ്കെടുപ്പിക്കുക. അതായത് ഏകാദശി ദിവസം നിങ്ങൾ ദേവിക്ക് ജലം സമർപ്പിക്കരുത്, ദേവി പൂർണ്ണമായ ഉപവാസത്തിലാണ്. ദശമി ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് ധാരാളമായി ജലമൊക്കെ സമർപ്പിച്ച് പിറ്റേ ദിവസം ഏകാദശി അനുഷ്ഠിക്കാനായി ദേവിയെ അനുവദിക്കാം. മഹാദ്വാദശി ദിവസം പാരണാ സമയത്ത് നിങ്ങൾ ഏകാദശിയുടെ പാരണ വീടിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏകാദശി പാരണ വീടുന്നതിന് മുമ്പ് എപ്പോഴാണോ ആ സമയത്തിനുള്ളിൽ, അതായത് ഏകാദശി പാരണ നമ്മളൊരു സമയം പറയുമല്ലോ, ആ സമയത്തിനുള്ളിൽ എപ്പോഴാണെങ്കിലും ദേവിക്ക് വിളക്ക് തെളിയിച്ച് ജലം സമർപ്പിച്ച് ദേവിയുടെ ഏകാദശി കൂടി ഒന്ന് വീടിക്കൊടുക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. വീണ്ടും സംശയം വരും, തുളസി മുറ്റത്താണ് നിൽക്കുന്നത്, മഴ പെയ്താലോ? എന്തു ചെയ്യാൻ പറ്റും? മഴ പെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുടയൊക്കെ ചൂടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. പ്രകൃതിയുടെ ഇച്ഛയാണ്, അതനുസരിച്ചിട്ട് നടന്നു കൊള്ളട്ടെ. നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതൊക്കെ പ്രകൃതിയുടെ നിശ്ചയങ്ങളാണ്. ദേവിക്കറിയാം അപ്പോൾ എന്തു ചെയ്യണമെന്നുള്ളത് ദേവിക്കറിയാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു കുടയൊക്കെ ചൂടിക്കൊടുക്കുക ദേവിക്ക്, അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കിയൊക്കെ ദേവതകൾക്കറിയാം അവരെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി നിങ്ങൾ അധികമായി ചിന്തിക്കേണ്ട. ഇനി നമുക്ക് പാരണാ സമയമൊന്ന് നോക്കാം. കേരളത്തിൽ 13-ാം തീയതി ഏകാദശി, 14 പാരണ. ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് പാരണാ സമയം പറയുന്ന കൂട്ടത്തിൽ പറയാം. 14-ാം തീയതി കേരളത്തിൽ രാവിലെ 6:04 മുതൽ 10:14 വരെ. തമിഴ്നാട് 5:44 മുതൽ 9:58 വരെ. കർണാടക 5:55 മുതൽ 10:09 വരെ. ആന്ധ്രാപ്രദേശ് 5:46 മുതൽ 10:01 വരെ. തെലുങ്കാന 5:45 മുതൽ 10:03 വരെ. ഒറീസ 5:11 മുതൽ 9:32 വരെ. ഗോവ 6:06 മുതൽ 10:23 വരെ. മധ്യപ്രദേശ് 5:40 മുതൽ 10:04 വരെ. മഹാരാഷ്ട്ര 6:04 മുതൽ 10:25 വരെ. വെസ്റ്റ് ബംഗാൾ കൊൽക്കട്ട 4:57 മുതൽ 9:21 വരെ. മധ്യപ്രദേശ് 5:40 മുതൽ 10:04 വരെ. മഹാരാഷ്ട്ര 6:04 മുതൽ 10:25 വരെ. വെസ്റ്റ് ബംഗാൾ 4:57 മുതൽ 9:21 വരെ. ഗുജറാത്ത് 6:09 മുതൽ 10:34 വരെ. ഉത്തർപ്രദേശ് 5:20 മുതൽ 9:48 വരെ. പഞ്ചാബ് 5:32 മുതൽ 10:06 വരെ. ഹരിയാന 5:30 മുതൽ 10:03 വരെ. ജമ്മു കാശ്മീർ 5:33 മുതൽ 10:09 വരെ. വിശാഖപട്ടണം 5:25 മുതൽ 9:44 വരെ. ഹിമാചൽ പ്രദേശ് 5:27 മുതൽ 10:01 വരെ. ബീഹാർ 5:05 മുതൽ 9:32 വരെ. ജാർഖണ്ഡ് 5:08 മുതൽ 9:33 വരെ. ഛത്തീസ്ഗഡ്
5:29 മുതൽ 10:03 വരെ. ഡെറാഡൂൺ 5:25 മുതൽ 9:58 വരെ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് 5:25 മുതൽ 9:58 വരെ. ആസാം 4:37 മുതൽ 9:05 വരെ. ഡൽഹി 5:31 മുതൽ 10:02 വരെ. രാജസ്ഥാൻ 5:40 മുതൽ 10:09 വരെ. പോണ്ടിച്ചേരി 5:47 മുതൽ 10 മണി വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 4:56 മുതൽ 9:09 വരെ. ഇനി ദുബായ്. ദുബായ് 5:36 മുതൽ 9:50 വരെ. അബുദാബി 5:40 മുതൽ 9:50 വരെ. ബഹ്റിൻ 4:52 മുതൽ 8:50 വരെ. കുവൈറ്റ് 4:57 മുതൽ 8:50 വരെ. സൗദി അറേബ്യ 5:10 മുതൽ 8:50 വരെ. ദോഹ 4:50 മുതൽ 8:50 വരെ. ഷാർജ 5:34 മുതൽ 9:50 വരെ. ഒമാൻ 5:25 മുതൽ 9:50 വരെ. ഇനി യു കെ നോട്ടിംഗ്ഹാം 5:08 മുതൽ 6:50 വരെ. അർമേനിയ 5:47 മുതൽ 9:50 വരെ. സിംഗപ്പൂർ 6:56 മുതൽ 10:59 വരെ. ചൈന 4:50 മുതൽ 9:33 വരെ. മാലദ്വീപ്സ് 5:53 മുതൽ 9:59 വരെ. മലേഷ്യ 7:02 മുതൽ 11:07 വരെ. സാംബിയ 6:21 മുതൽ 7:50 വരെ. ഇസ്രായേൽ 5:43 മുതൽ 8:50 വരെ. ജോർജിയ 5:42 മുതൽ 9:50 വരെ. ഉഗാണ്ട 6:42 മുതൽ 8:50 വരെ. ഓസ്ട്രേലിയ 6:46 മുതൽ 10:16 വരെ. റഷ്യ 4:20 മുതൽ 8:50 വരെ. ഫിലിപ്പൈൻസ് 5:29 മുതൽ 9:45 വരെ. സ്കോട്ട്ലാൻഡ് US 5:56 മുതൽ 10:43 വരെ. UK മാഞ്ചസ്റ്റർ 5:10 മുതൽ 6:50 വരെ. ജർമ്മനി 5:12 മുതൽ 7:50 വരെ. ലിബിയ 6:09 മുതൽ 7:50 വരെ. നൈജീരിയ 6:10 മുതൽ 6:50 വരെ. സ്വീഡൻ 4:17 മുതൽ 7:50 വരെ. ഇറ്റലി 5:51 മുതൽ 7:50 വരെ. സൗത്ത് ആഫ്രിക്ക 7:31 മുതൽ 7:50 വരെ. അമേരിക്ക ന്യൂയോർക്ക് 5:40 മുതൽ 10:28 വരെ. കാനഡ 5:34 മുതൽ 10:31 വരെ. ജോർദാൻ US 5:47 മുതൽ 10:43 വരെ. അയർലൻഡ് 5:27 മുതൽ 6:50 വരെ. ഫിൻലാൻഡ് 4:44 മുതൽ 8:50 വരെ. അതുപോലെ ഓസ്ട്രേലിയ അഡലേഡ് 7:02 മുതൽ 10:28 വരെ. ന്യൂസിലാൻഡ് 7:21 മുതൽ 10:38 വരെ. ഇനി 12-ാം തീയതി ഏകാദശിയും 13-ന് പാരണയുമുള്ള സ്ഥലങ്ങളാണ് പറയാൻ പോകുന്നത്. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 12 ഏകാദശി 13 പാരണ. 13-ാം തീയതി രാവിലെ 6:27 മുതൽ 10:37 വരെ. അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ 12 ഏകാദശി 13 പാരണ 6:27 മുതൽ 10:45 വരെ. മാൾട്ട US 12 ഏകാദശി 13 പാരണ 7:27 മുതൽ 10:37 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സ്ഥിരമായി പറയുന്നത്. ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചു കൊള്ളുക. കമൻറ്റിന് ഞാൻ മറുപടി നൽകാം. അതല്ല ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ഏകാദശിയുടെ പാരണാ സമയം നിങ്ങൾക്കറിയണമെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ഇട്ടുകൊള്ളുക. അതിന് മറുപടി നൽകുന്നതാണ്.
ഇനി നമ്മൾ അറിയാനുള്ളത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. ഈ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും, അതായത് മഹാലക്ഷ്മി സമേതനായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. അപാര ഏകാദശിക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം എന്നാണ് പറയുന്നത്. ആ നാമം 108 തവണ 1008 തവണയൊക്കെ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഹരിവാസര സമയം ഒന്ന് നോക്കാം. ഹരിവാസര സമയം 13-ാം തീയതി ഏകദേശം രാവിലെ 6:50 മുതൽ അന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:58 വരെയാണ്. അതുകൊണ്ട് പകൽ മുഴുവനും, അതിരാവിലെ മുതൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം മുതൽ സന്ധ്യാപ്രാർത്ഥന വരെയുള്ള സമയം, ആ സമയമെല്ലാം തന്നെ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം 13-ാം തീയതി പകൽ സമയത്താണ് ഹരിവാസര സമയം വരുന്നത്. അതുകൊണ്ട് ആ സമയമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചില ആചാര്യന്മാർ ത്രിവിക്രമ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ അപാര ഏകാദശി ദിവസം ത്രിവിക്രമ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കണം. അങ്ങനാണെങ്കിൽ ഓം ത്രിവിക്രമായ നമ എന്ന് ജപിക്കാവുന്നതാണ്. എന്തുതന്നെയായാലും വിഷ്ണു ഭജനം അത് മുടക്കാതിരിക്കുക. ഏകാദശി വ്രതനിഷ്ഠയിൽ അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സമയം നാമം ജപിച്ച് ഇരിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. കഥ പറയുക, കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക. ഏകാദശിയുടെ പ്രാധാന്യം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഒരിക്കലും ആരെയും നിർബന്ധിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ രീതിയല്ല. താല്പര്യമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർ അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകട്ടെ. വൈശാഖം തുടങ്ങിയപ്പോൾ മുതൽ ഭാഗവതത്തിലെ കഥകൾ നമ്മൾ പറയുന്നുണ്ട് മാധവത്തിലൂടെ. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുകയും ഭഗവാനെ സ്നേഹിക്കുകയും ഏകാദശികൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.